ഹലോ. അസ്സലാമു അലൈക്കും. ഞാൻ സുന്ദര. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പറഞ്ഞോളൂ. ഇന്ന് ആ താടിയുള്ള രൂപം കണ്ട് ഒരുപാട് പേര് ചിരിച്ചു. അതെന്തിനാ ചിരിക്കുന്നത്? അല്ല, ഞാന് എന്റെ വൈഫ് എപ്പോഴും ഇത്തരം താടിയുള്ള ആളുകളെ കാണുമ്പോ ഇങ്ങനെ ഭയങ്കര അരോചകം പ്രകടിപ്പിക്കാറുണ്ട് എന്റെ അടുത്ത്. ഇതിനെന്താ കുഴപ്പം? അപ്പോ ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പൊ എന്റെ 1-2 സുഹൃത്തുക്കള് ഇതുപോലെ നല്ല താടിയൊക്കെ വെച്ച് ഞാൻ എപ്പോഴും ഭയങ്കര ആരോഗ്യപരമായ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തുന്നവരാണ്. അപ്പൊ അന്നൊക്കെ ഞാൻ അവരോട് വൈഫിനോട് പറയും, താടി വെച്ചവരെല്ലാരും ഇങ്ങനെ നല്ല എന്ന്. പക്ഷെ സത്യം പറയാലോ, ഇന്ന് ആരിഫ് ഭായി അങ്ങനെ ഒരു താടി വെച്ചപ്പോഴാണ് ഇത് എത്രത്തോളം വൃത്തികേടാണ്, എത്രത്തോളം ഒരു തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് ഞാൻ സത്യത്തിൽ കോളേജ് വിളിക്കാൻ കാരണം അത്രയും വൃത്തികേടാന്ന് പറയാൻ വേണ്ടി. സ്വാഭാവികം, അത് ആരിഫ് ഭായി വെച്ചത് കൊണ്ട് പറയല്ല. പക്ഷെ ഇത് അത്രയും വികൃതമാണ്. കാരണം ആരിഫ് ഭായിനെ ഇത്രയും നാള് ഞാൻ ഇതിനു മുന്നും വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ മനസ്സിൽ ആരിഫ് ഭായിനെ കാണുന്ന ഒരു ഇതുണ്ട്. പക്ഷെ ഇന്ന് സത്യത്തിൽ ഒരു വെപ്പുതാടി ആണെങ്കിൽ കൂടി ആ ഒരു രീതിയിൽ ഒരാളെ കാണുമ്പോൾ അത് എത്രത്തോളം അരോചകമാണ് എന്ന് ഒരു തിരിച്ചറിവ്. അത് നിങ്ങൾ തെറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വെപ്പുതാടിയല്ല. ഇതെന്താ സംഭവിച്ചതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രകൃതിദത്ത മതമാണെന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. അപ്പോ അങ്ങനെ പ്രകൃതിദത്തമായ മതമായതുകൊണ്ട് തന്നെ നമ്മൾ പ്രകൃതിദത്തമായ രീതിയിൽ താടി വളർത്താൻ ഞാൻ നോക്കി. അങ്ങനെ നോക്കിയിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഈ അറേബ്യയിൽ നിന്നും കൊണ്ടുവന്ന ഹലാലായ ഒരു കരടി നെയ്യ് ലഭിച്ചു. അപ്പൊ ആ കരടി നെയ്യ് ഞാൻ പരട്ടി. അങ്ങനെ പരട്ടുന്നതിന്റെ ഇടയിൽ ഇച്ചിരി വയറ്റിൽ പോയി. അങ്ങനെ വയറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് ഇതേപോലെ വളർച്ച അങ്ങ് വല്ലാതെ കൂടി. പ്രകൃതിദത്തമായിട്ട് അത് വളർന്നു. അങ്ങനെ പ്രകൃതിദത്തമായി വളർന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മീശ വളർന്നിട്ടില്ല, താടി മാത്രമേ വളർന്നിട്ടുള്ളൂ. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത്ര കൃത്യമാണ് ഇസ്ലാം. പ്രകൃതിദത്തം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അതിങ്ങനെ കറക്റ്റ് ഇസ്ലാമിന്റെ ഫോമിലാണ് അത് ഉണ്ടാവുക. അതാണ്. ഇത് കണ്ടില്ല, ഇത് ഈ ഷേപ്പ് കണ്ടില്ല, ഒരുമാതിരി ചന്ദ്രക്കല പോലല്ലേ ഈ ഷേപ്പ്. അതാണ് ഇസ്ലാം. ഇപ്പൊ മനസ്സിലായി. മേലാൽ ഇത് വെപ്പതാടിയാന്ന് പറഞ്ഞേക്കരുത്. ബാക്കി പറഞ്ഞു. ഒരൊറ്റ വാക്ക് പറഞ്ഞാല് ഊക്കാൻ ആരിഫ് ഭായിനെ കഴിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ അറിയാത്ത എന്തായാലും 40 പേരെ അള്ള ചതിച്ചു കളഞ്ഞ ഒരു വിഷമകരമായൊരു കാര്യമുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ആളുകൾ മരിച്ചതിൽ നമുക്ക് വിഷമം തന്നെയാണ്. പക്ഷെ ഈ ദുരന്തത്തെ ഇതുപോലെ മതം വളർത്താൻ ഉപയോഗിക്കുമ്പോ ഇതേ ദുരന്തങ്ങളെ നമ്മൾ മതത്തിന്റെ പൊള്ളത്തരത്തെ കുറിച്ച് പറയാൻ ഉപയോഗിക്കണം. ഇതാണ് ഞാൻ പറയാം. അത് നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ അവരാ പണി നിർത്തണം. ദുരന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മതം വളർത്തുന്ന പണി അവർ നിർത്തണം. എന്നാ നമ്മൾ ഈ ഒരു വിഷയവുമായിട്ട് ഞാന് ജനിച്ച വളർന്ന നാടാണ് മേപ്പാടി എന്ന് പറയുന്നത്, വയനാട്ടിലെ മേപ്പാടി. അതായത് മുണ്ടക്കായ് ദുരന്തം കേട്ടണോ? എന്റെ വീടിന്റെ അടുത്ത് 12 കിലോമീറ്റർ ആണ് ദൂരം. ആ ദുരന്തത്തിൽ മരിച്ചു പോയവരില് എന്റെ സഹപാഠിയുടെ മകളും അതുപോലെ തന്നെ അച്ഛമ്മ, ചെറിയച്ഛൻ, ചെറിയമ്മ അവരൊക്കെ മരണപ്പെട്ടുപോയി. സഹപാഠിയും അവളുടെ ഭർത്താവും മൂത്ത മകളും അവളുടെ അച്ഛനും രക്ഷപ്പെട്ടു. അപ്പൊ 500ഓളം അത് എനിക്ക് വേണ്ടപ്പെട്ട, അതായത് എന്റെ കൂടെ ഒക്കെ പഠിച്ച അത്രയും പരിചയമുള്ളവരുടെ കുടുംബങ്ങൾ ആ തേങ്ങലും വിഷമവും ഒക്കെ അനുഭവിച്ചൊരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ അതിലൊരു പള്ളി പോയിരുന്നു, ഒരു ശിവന്റെ ക്ഷേത്രം പോയിരുന്നു, ക്രിസ്ത്യൻ പള്ളി പോയിരുന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ 2 ആരാധനാലയങ്ങളും അതുമായി ബന്ധപ്പെട്ടവരൊക്കെ ഈ ദുരന്തത്തിൽ പെട്ടുപോയിരുന്നു. അപ്പോ ഇത് തന്നെയാണ് എനിക്കും ചോദിക്കുന്നത്. ഈ 4 നേരം ഞങ്ങളെ മരണത്തിൽ നിന്നും കാക്കണേ നാഥ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചവരും അതിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ, എന്റെ അച്ഛനും അമ്മയ്ക്കും ദീർഘായുസ് നൽകണേ എന്ന് പ്രാർത്ഥിച്ച ഭക്തരും അതിലുണ്ടായിരുന്നു. ഇവരൊക്കെ ദൈവം കൊണ്ടുപോയപ്പോ ഈ ദൈവം എന്ത് ചതിയാണ് ഇവരോട് ചെയ്തതെന്നാണ് ഞാനും ഇന്ന് രാവിലെ മുതൽ ഈ ഒരു വാർത്ത കേട്ടത് മുതൽ ആലോചിച്ചത്. അപ്പോ ഇതിന്റെ ഒരു ലോജിക്ക്, ഇപ്പൊ ഇതിന്റെ ആ സ്റ്റേറ്റ്മെന്റ് പിടിച്ച് തന്നെയാണ് പറയുന്നത്. ഇതിന്റെ ഒരു ലോജിക്ക് എന്താണ്? ഈ വിശ്വാസം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? തലേന്ന് രാത്രി പ്രാർത്ഥിക്ക് രോഗങ്ങളിൽ നിന്നും തൊട്ട് കാക്കണേ നാഥ എന്ന് പറയുന്നത്, രാവിലെ ഷുഗറിന്റെയും പ്രഷറിന്റെയും ടെസ്റ്റ് നടത്താൻ പോകും. അപ്പോ ഇവിടെ ഈ വിശ്വാസമാണോ നല്ലത് അതോ ജാഗ്രതയാണോ നല്ലത്? അതാണ് ഞാനും ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അപ്പൊ അതെ, അപ്പൊ ഇതൊരു കാപട്യമല്ലേ? ഞാനിത് പറയാൻ കാരണം ഇതിന് തൊട്ട് മുന്നേ ഒരു കോള് വന്നു പോയി, എക്സ് ഹിന്ദു എന്ന് പറയുന്നത്. ഞാനൊരു എക്സ് ഹിന്ദു എന്ന് പറയുന്നില്ല, പക്ഷെ ജന്മം കൊണ്ടും പേര് കൊണ്ടൊക്കെ ഹിന്ദു മതം തന്നെയാണ്. പക്ഷെ
പല കാര്യങ്ങളും ലോജിക്കലായിട്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ എന്റെ മക്കളെ പോലും ഭക്തിയുടെ പാതയിൽ വളർത്തുന്നില്ല. മക്കൾക്ക് ശരിയായ ദിശ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ആരിഫ് ഭായിയുടെ ഒക്കെ ഈ ചാനലിൽ ദിവസേന വീക്ഷിക്കുന്നത്. ആരിഫ് ഭായിന്റേതും ഇതുപോലെ തന്നെ ഒരുപാട് ചാനലുകൾ ബുദ്ധിസം വരെ ഒക്കെ ഇങ്ങനെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കൾക്ക് നേർവഴി കാണിക്കുക എന്നതാണ് എന്റെയും ലക്ഷ്യം. അപ്പൊ അതിൽ ഞാൻ ദൈവത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ പല സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ്, 100% തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ അതുകൊണ്ടാണ് ഞാനതാ പറഞ്ഞ. ഇപ്പൊ നമ്മളിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്തിരുന്നു. ആ വീഡിയോ പ്ലേ ചെയ്തത് ഒരു ഇസ്ലാമിക ഒരു പ്രബോധക പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്, CP സലീം എന്ന് പറഞ്ഞത്. അപ്പൊ ആള് പറഞ്ഞത് കേട്ടോ, അതായത് ഈ ദുരന്തത്തിൽ മരിച്ചുപോയ ഈ ഇസ്ലാമിന്റെ ഈ പറഞ്ഞ തൗഹീദിൽ വിശ്വസിക്കുന്ന ആളുകൾ, മരിച്ചുപോയ ആളുകൾ എല്ലാം തന്നെ സ്വർഗത്തിൽ അവർ വിജയിച്ചു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ മുഴുവൻ തോറ്റുപോയിരിക്കുന്നു. ഈ തോൽവി എന്താണ്? അവര് നരകത്തിലെത്തി എന്നാണ് ഈ പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോ നിങ്ങളുടെ കുടുംബക്കാർ മരിച്ചതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. നിങ്ങൾക്ക് അവരെത്രമാത്രം വലുതാണ്? അപ്പോ ആ ആളുകൾ, നിങ്ങൾ സുഹൃത്തുക്കള്, കുടുംബക്കാര്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുവട്ടത്തുള്ള നിങ്ങൾ അറിയുന്ന ആളുകൾ, എനിക്കറിയുന്ന ആളുകൾ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അപ്പോ നമ്മൾ അവരുടെ ആ ഭാഗത്തു നിന്ന് ചിന്തിക്കുക, അവരെ എങ്ങനെയാണ് ഈ പറയുന്ന സാധനം അവരിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ബാധിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇത് പറഞ്ഞുകൊണ്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിനെ നമ്മൾ അഡ്രസ് ചെയ്യണ്ടേ? ഈ ദുരന്തങ്ങളെ മതം വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രവണത അതിവിടെ ഉണ്ട്. അത് അഡ്രസ് ചെയ്യേണ്ടതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക, അഡ്രസ് ചെയ്യുക. പക്ഷേ ഇവിടെ ഇപ്പൊ ഈ KP അരവിന്ദനെ പോലെയുള്ള ഇത്തരം ആളുകൾ, ഈ കപട മതേതര പുരോഗമനവാദികൾ, ഇതുപോലെയുള്ള വോക്കുകൾ, ഇവർ ചെയ്യുന്ന എന്താണ്? ഇവർ ഈ പണിയെടുക്കില്ല. ഇവർക്ക് തന്നാതെ അറിയില്ല ചെയ്യാൻ വൃത്തിക്ക്. ചെയ്യുന്നവരെ ചെയ്യാൻ അനുവദിക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും വേണം വേണം. അപ്പൊ അതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഇത് കൂടുതൽ വളമാകുന്ന ആർക്കാണ്? ഈ ദുരന്ത മുഖങ്ങളെ മതം വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്ക് തന്നെയല്ലേ ഇത് വളമായി മാറുക? അതെ അതെ, തീർച്ചയായിട്ടും. അതവര് തിരിച്ചറിയുന്നില്ല. അതെ അതെ. ഇത് ഞാൻ വാരിഭായിയോട് എനിക്ക് ഒരു സജഷൻ, ഞങ്ങളുടെ ഒരു പ്രേക്ഷകർ എന്നുള്ള ഒരു സജഷൻ, കൂടുതലായും അതായത് ഈ മതവിശ്വാസമായാലും ദൈവവിശ്വാസമായാലും എസ്പെഷ്യലി ഇതൊരു ബിസിനസ്സാണ്, പക്ക ബിസിനസ്സാണ്. അത് ആരായാലും ആര് ചെയ്താലും, ഇത് ഏത് മതം ചെയ്താലും ദൈവത്തിന്റെ പേരും പറഞ്ഞ് നടത്തുന്ന ഈ വിശ്വസിപ്പിക്കൽ ബിസിനസ്സാണ്. കാരണം എന്റെ വീടിന്റെ അവിടുന്ന് 2 കിലോമീറ്റർ തൊട്ടടുത്താണ് ഈ നോളജ് സിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നിലനിൽക്കുന്നത്. അവിടെയും ഞാൻ കണ്ടിട്ട് ബിസിനസ്സാണ്. അതായത് ഇനിയിപ്പോ ഒരു ഹിന്ദുമത വിശ്വാസി തന്നെ പറയട്ടെ, അല്ലെങ്കിൽ എന്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, എല്ലാവരും ബസ്സിൽ നിന്നൊക്കെ പണം വലിച്ചെറിഞ്ഞുകൊണ്ട് ഇങ്ങനെ തങ്ങളുടെ വയനാടല്ല, ഞാൻ എന്റെ സ്വദേശം, ഞാൻ ജനിച്ചു വളർന്നൊക്കെ വയനാടാണ്. പക്ഷെ ഞാൻ താമസിക്കുന്നത് ഈങ്ങാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഓക്കെ, അവിടെ പ്രമുഖമായ ഒടുങ്ങാക്കാട് മഖാമിന്റെ ഒക്കെ അടുത്തായിട്ട് തന്നെയാണ് താമസിക്കുന്നത്. നിങ്ങൾ പറയുന്നത് നമ്മൾ ആ ചുരം കയറുന്നതിന്റെ തൊട്ട് മുന്നേ ഇടതുവശത്തുള്ള പള്ളി, പൈസ എറിയുന്ന പള്ളി. അതെ അതെ, പൈസ എറിയുന്ന പള്ളി. ഇവിടുന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞാൽ നോളജ് സിറ്റി വരുന്നു, അവിടെ AP-യുടെ വലിയ സംരംഭം. അപ്പോ ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ കൂടി അതിലൊരു നല്ലൊരു ബിസിനസ് ഇപ്പൊ ശബരിമല വരെ അതിനൊരു ഉദാഹരണമാണ്. ഇപ്പൊ സ്വർണ്ണക്കൊള്ള വരെ നടത്തും, ദൈവത്തിന്റെ പേരും പറഞ്ഞൊക്കെ നടത്തുന്ന കൊള്ളകളാണ് നമുക്ക് നടത്തുന്നത്. ഇതൊക്കെ ജനങ്ങള് ഒരു ബോധത്തിലേക്ക് വരണം. അതായത് ഈ വിശ്വാസത്തിന്റെ പേരിൽ നമ്മളെ മറ്റുള്ളവർ മുതലെടുക്കുന്നു. അപ്പോ അത് മാറിക്കൊണ്ട് നമ്മൾ ശരിയായ ദിശയിൽ ചിന്തിക്കണം. ആ ചിന്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംഭാവനയാണ് പാരിപ്പ ഈ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും താങ്കളെ പ്രശംസിക്കുകയാണ് ഈ ഒരു സമയത്ത്. കാരണം താങ്കൾ ചെയ്യുന്ന സംഭാവന എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സംഭാവന തന്നെയാണ്. ഇപ്പോ എന്റെ ഭാര്യ പ്രത്യേകം സാറിനോട് അന്വേഷണം പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പല തവണ സാറിനെ പകൽ സമയത്തൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ, ഒന്ന് സംസാരിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഞാനൊന്ന് എന്റെ വൈഫിന് കൈമാറുകയാണ്. ഓക്കെ. അവിടെ വീഡിയോ കേട്ടോണ്ടിരിക്കുകയാണ്. ഹലോ. പറയൂ വൈഫ്, സുഖല്ലേ? അതായിരിക്കുന്നു. ഞാൻ കൊറേ വിളിച്ചിരുന്നേ. നിങ്ങൾ ലൈവില് വിളിച്ചാലേ കിട്ടുള്ളൂ. ആണല്ലേ? ഞാൻ രാവിലെ ഒക്കെ വിളിച്ചിരുന്നു. പിന്നെ ഒരു 8 മണിക്ക് ശേഷം 8:30 സമയത്തൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ കിട്ടിയില്ല. ഈ സമയത്താണ് ലൈവ്, അപ്പോഴേ കിട്ടുള്ളൂ. ഇപ്പൊ കൊണ്ട് തന്നോ ഭയങ്കര ടെൻഷനായി. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ, സംസാരിക്കുന്ന പറഞ്ഞതന്നു. സുഖല്ലേ? സുഖം, വളരെ സുഖം. ഏതായാലും നിങ്ങളുടെ ഈ ഇതൊക്കെ കാണുന്നു, കേൾക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് സന്തോഷം. അതെ അതെ, കൊറേ ആയി കേൾക്കാൻ തുടങ്ങിയിട്ട്, കുറച്ചായി. അത് കേൾക്കാൻ തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് കുട്ടികളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്.
അത് സ്കൂളിൽ പറയാനുണ്ട്, എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് വിളിക്കാതെ. ഇപ്പൊ ഒരു ടെൻഷൻ, ഫോണിന്ന് കയ്യിൽ കിട്ടിയപ്പോ ഭയങ്കര ടെൻഷൻ. ഞാൻ കുറച്ചൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ബുക്കില്. താടി കണ്ടിട്ടല്ലോ ടെൻഷൻ? ഇല്ല, താടി കണ്ടു. പിള്ളേരൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞു നല്ല ഇതെന്താ ഇങ്ങനെ നല്ല രസമുണ്ട് കാണാൻ, കാണുമ്പോ തന്നെ പേടിയാവുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കേണ്ട ആളായിരുന്നു ഞാൻ. ഇപ്പൊ അങ്ങനെ അല്ലാതെ ആയതാണ്. ആണല്ലേ? അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനും കൂടി വിളിച്ചതാ. കൊറേ വിളിച്ചു നോക്കിയപ്പോ കിട്ടാതിരുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ബുക്കില് ഓർമ്മയുണ്ട്, ഞാൻ കുറച്ച് ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കുറെ സംശയങ്ങൾ എനിക്കുണ്ട്. ഓർമ്മയുള്ളത് ചോദിക്കും. ഓർമ്മയുള്ളത് ചോദിക്കാം. ഞാൻ ആദ്യം തുടങ്ങുന്നത് ഈ വീഡിയോസ് ഒക്കെ കാണുന്നതേ ഒരു അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. എന്താന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ സ്കൂളുകളിലെ കുട്ടികളുമായിട്ടുള്ളൊരു, ഈ 3ാം ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത്. അപ്പൊ സ്കൂളിൽ ഒരു ടോക്കിംഗ് ഉണ്ടായി, കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ മുസ്ലിം കുട്ടികളുണ്ടല്ലോ, ഫ്രണ്ട്സ് തന്നെയാണ് ക്ലാസ്സിലെ. അപ്പൊ ഞങ്ങളുടെ ദൈവമാണ് വലുത് എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്കിംഗ് ഉണ്ടായി. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും പറയാനില്ലായിരുന്നു. അപ്പൊ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, അമ്മയെ എന്താണ് അള്ളാഹു ആണ് വലുത്, ഏറ്റവും വലുത്, ഞങ്ങളുടെ ദൈവം അത്രയും നല്ല ദൈവമാണെന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു ആൺകുട്ടി 3ാം ക്ലാസ്സില് കുട്ടികൾ തമ്മിലാണ് അള്ളാഹുവാണ് വലുതെന്ന് പറഞ്ഞിട്ട് ചർച്ച. വലുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ ഒരു ക്രിസ്ത്യൻ കുട്ടിയുണ്ട്, അപ്പൊ എന്റെ യേശു ആണെന്ന് ഒരു കുട്ടി പറയുന്നുണ്ട്. പിന്നെ മോനൊന്നും പറയുന്നില്ല. മോനെ ഞങ്ങളൊന്നും ദൈവത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. ദൈവം എന്താണ്, അയ്യപ്പൻ, അങ്ങനത്തെ ഒരു പേരും അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ സമൂഹത്തില് ഈ ദൈവങ്ങളെ കുറിച്ചോ മതത്തെ കുറിച്ചോ ചർച്ച ചെയ്യാത്ത ഒരു സെറ്റിംഗില് ഈ ദൈവങ്ങളെ കുറിച്ചും മതങ്ങളെ കുറിച്ചുള്ള ചർച്ച ഇനീഷ്യേറ്റ് ചെയ്യുന്നതിൽ വലിയ പങ്ക് ഏത് മത വിശ്വാസികൾക്കാണ്? ഇസ്ലാം, ഹിന്ദുമതം, ക്രിസ്ത്യാനിറ്റി? മനസ്സിലായില്ല. ഈ മതങ്ങളെ കുറിച്ച് ദൈവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാത്ത, അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു സമൂഹത്തിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾക്ക് തിരികൊടുക്കുന്ന മതവിശ്വാസികൾ ഏത് മതത്തിലെയാണ്? ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ഹിന്ദു? അങ്ങനെ ചോദിച്ചാൽ പച്ചയ്ക്ക് പറയൂ, നിങ്ങളുടെ ധാരണയിലുള്ളത് പറഞ്ഞു. ഏത് ഹിന്ദുമതാണോ? അല്ല, അങ്ങനെ നമുക്ക് എല്ലാവരുടെയും പറഞ്ഞു നടക്കുകയാണെന്ന കൂട്ടരാണെങ്കിൽ നമ്മൾ ഇസ്ലാം തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിക്കാം, ഇപ്പൊ നിങ്ങളുടെ വീടുകളിൽ എത്ര കുട്ടികളുണ്ട്? ഈ കുട്ടികളൊക്കെ ഇതേപോലെ മതം പറയാറുണ്ടോ? ഇല്ല, നമ്മളെ പഠിപ്പിക്കാറില്ല. നമ്മള് ഇങ്ങനെ ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കില്ല, അയ്യപ്പൻ അങ്ങനെയൊന്നും പഠിപ്പിക്കില്ല. അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കും. അല്ലാതെ മറ്റൊരു വിശ്വാസിയുടെ അടുത്ത് പോയിട്ട് അവരുടെ ദൈവങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ തർക്കിക്കാനോ അങ്ങനെ ഒരു പ്രോത്സാഹനം നിങ്ങൾ കൊടുക്കാറില്ല? ഇല്ല, അങ്ങനെ പഠിപ്പിക്കില്ല. അങ്ങനെ എല്ലാവരും നമ്മൾ ബഹുമാനിക്കല്ലോ. എന്തിനാ നമ്മൾ മോശമാക്കുന്നത്? അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അതെ, അത് ചെയ്യും. അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. കുട്ടികൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. ഈ കുട്ടി എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ഇവിടെ കുട്ടികളോടൊക്കെ ചോദിച്ചു. അപ്പൊ കുട്ടി എന്നോട് ചോദിച്ചപ്പോ അങ്ങനെ അന്വേഷിച്ച് ഇവിടെ എത്തി. എന്താ ഇങ്ങനെ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, കാരണങ്ങള് കുറെ കാരണങ്ങളുണ്ട് പൊതുവായിട്ട്. പിന്നെ നമ്മുടെ സ്കൂളിൽ മദ്രസയിലെ പീഡനം, അത് ഞാൻ ചെറുപ്പത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എന്റെ അടുത്ത വീട്ടിലെ കുട്ടി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഉസ്താദ് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു 4ാം ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത്. അപ്പൊ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂളുകളിൽ മോന്റെ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനുണ്ട്. ആ മോന്റെ അടുത്ത് ഒരു സാറ് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ശാസ്ത്രം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മാത്സിൽ എന്തോ സാറ് എന്തോ കാൽക്കുലേഷൻ എന്തോ കൊടുത്തപ്പോ ശാസ്ത്രം കണ്ടുപിടിച്ചാണെന്ന് മാത്രമാണ് പറഞ്ഞു. പക്ഷെ ഒരു പെൺകുട്ടി എണീറ്റിട്ട് പറഞ്ഞു, ഇങ്ങനെ എന്താണ് ശാസ്ത്രമല്ല കണ്ടുപിടിച്ചത്, ഞങ്ങളുടെ അള്ളാഹു ആണ് കണ്ടുപിടിച്ചത്, ദൈവമാണ് കണ്ടുപിടിച്ചത്, അല്ലാതെ ശാസ്ത്രത്തിലൊന്നുമില്ല അങ്ങനെ പറഞ്ഞ് ആ കുട്ടി ഭയങ്കരമായിട്ട് തർക്കിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുട്ടി 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വലിയ മോൻ 7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ് വന്നു. അപ്പൊ ഭയങ്കരമായിട്ട് ഒരു ചർച്ച നടന്നു. സാറും തർക്കിക്കുന്നുണ്ട്, ആ കുട്ടിയും പറയുന്നുണ്ട്. എണീറ്റ് ഒരു പെൺകുട്ടിയാണ് സംഭവം. അപ്പൊ ആ കുട്ടി എണീറ്റ് തർക്കിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് സാറ് പറഞ്ഞു, ഇനി അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട, അത് വിട്ടേക്കാന്ന് പറഞ്ഞു. അപ്പൊ മോൻ വന്നിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ക്ലാസ്സിൽ,
ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്ന അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെ ഒരു ഇത് സംഭവം രണ്ടും ഒരേ സ്കൂളാണോ? ഒരേ സ്കൂളിലാണ് ഏതാണ് നടക്കുന്നത്. ആ സ്കൂള്? ഒന്ന് അറിയാനൊരാഗ്രഹം. സ്കൂളൊന്നും പറയുന്നില്ല, കാരണം എന്താ അറിയോ, അതൊരു പ്രശ്നമാവണ്ട. അപ്പൊ ഇത് കുറെ ആൾക്കാർ കേൾക്കുന്നതാണല്ലോ, നിങ്ങൾ അപ്പൊ അതൊരു ഈങ്ങാപ്പുഴയാണെന്നല്ലേ ബുദ്ധിമുട്ട്. പറഞ്ഞേ, ബാക്കി ഞാൻ ഊഹിച്ചെടുത്തോളാം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്റെ അനിയത്തിയുടെ കാര്യം തന്നെ പറയാം. അനിയത്തി ഇപ്പോ ഒരു മുസ്ലിംസിനെയാണ് സ്നേഹിക്കുന്നത്, ഒരു പയ്യനെയാണ് സ്നേഹിക്കുന്നത്. അപ്പോ അവളെ ഇന്ന് വിട്ടുമാറാനേ തയ്യാറല്ല. അപ്പൊ അതിന്റെ ഒരു കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ അവൾക്ക് കല്യാണം കഴിച്ചു തരണം എന്നാണ് പറയുന്നത് അവര്. അപ്പൊ അവരെ കുറിച്ചൊക്കെ എല്ലാം അറിയാം അവൾക്ക്, പക്ഷെ എന്നാൽ അതിന് വിട്ടുമാറാൻ തയ്യാറല്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അല്ല, അവനെ കുഴപ്പമില്ല, അവള് പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ മതം മാറണം, വീട്ടിലോട്ട് വരണമെങ്കിൽ മതം മാറണം എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അങ്ങനെ പറഞ്ഞു. പിന്നെ നിർബന്ധം എന്ന് പറഞ്ഞ് ഇവളാണ് വിടാത്തെന്നാണ് തോന്നുന്നത്. പിന്നെ കുറെ ഇവളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മതം അങ്ങനെയാണ്, നിങ്ങളുടെ മതം ഇങ്ങനെയാണെന്നൊക്കെ ഇവളോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാളോടാണോ നീ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും കൂടെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് ആ ഇഷ്ടത്തിനോട് എന്താ പറയുക, ആ ഒരു വയസ്സിലുള്ള ഒരു പ്രണയമാണല്ലോ, അതങ്ങ് മാറ്റാൻ കഴിയാണ്ടായിരിക്കാം. നിങ്ങളുടെ അനിയത്തിയോട് ഇനിയിപ്പോ ഞാൻ സംസാരിക്കണം. അല്ല, ഞാൻ പറഞ്ഞു ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു അവളോട്. അപ്പൊ ഇങ്ങനെ ഒരാളുണ്ട്, വിളിച്ചു നോക്ക്, എന്തൊക്കെയാ പറയുന്നത്, നിന്റെ കാര്യങ്ങളൊക്കെ നീ ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ ചിലപ്പോ നിനക്ക് ചില അഡ്വൈസുകൾ തരാൻ കഴിയും. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് പ്രണയത്തിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾ സ്വയം ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. ഇതൊന്നും നമുക്ക് അങ്ങനെ ഉപദേശിച്ച് നേരാക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. ഞാൻ തമാശക്ക് വെച്ചാണ്. ഇത് അവർക്കൊരു ധാരണ. ഇപ്പോ ഞാന് ഒരു വിവാഹ ബന്ധത്തിലിരിക്കെ അവിടെ പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്നുള്ള പറയുന്ന സാധനങ്ങൾക്ക് മുകളിൽ മതം എടുത്തു വെച്ചപ്പോൾ നമ്മൾ പിന്നെ അതിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നടക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോ അത് പറയാൻ നമ്മൾ ശീലിക്കണം എന്നാ ഞാൻ പറയാം. നിങ്ങളൊരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് പ്രണയം സ്നേഹമാണോ അവിടെ മുന്നിൽ വെക്കുന്നത്, അതോ മതമാണോ, അതല്ലെങ്കിൽ ഇനി കമ്മ്യൂണിസം ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമാണോ? അതാണ് എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന പ്രണയത്തിനും സ്നേഹത്തിനും അപ്പുറമുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഒരു മാനിപ്പുലേഷൻ ആണ്. അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് തന്നെ കാത്തു രക്ഷിക്കാൻ പറ്റുള്ളൂ. വേറെ ആരും അതിനകത്ത് കൊട്ടേഷൻ എടുക്കാനൊന്നും പറ്റില്ല. ആ ഒരു മിനിമം ധാരണ ആളുകൾക്ക് വേണം. അത് ഇവിടെ ഉണ്ടാവുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. അപ്പൊ ഇത്രയും നമുക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം അത്രേ ഉള്ളൂ. അത് എല്ലാവർക്കും ബാധകമാണ്. അപ്പോ ആളോട് പറയാ, ഇതന്നെ നമുക്ക് പറയാനുള്ളത്. എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, അതിന്റെ ഉത്തരം എനിക്ക് തരണം. നോക്കാം, അറിയുന്നതാണെങ്കിൽ പറയാം. ഇതൊരു ബുക്കാണ്. ഇതൊരു ബുക്കിനാണ് ഞാൻ വായിക്കുന്നത്. എനിക്ക് അതിന്റെ ആൻസർ കിട്ടിയാൽ മതി. അത് എനിക്കൊരു സംശയമാണ്. നീതി ലഭിക്കാത്ത പാവങ്ങൾക്ക് എവിടെ നിന്ന് നീതി ലഭിക്കും എന്നാണ് ഒരു ചോദ്യം. നീതി ലഭിക്കാത്ത പാവങ്ങൾക്ക് എവിടെ നിന്ന് നീതി ലഭിക്കും? ആ ചോദ്യത്തിന് ഒരു ആൻസർ പറയൂ. അങ്ങനെ ഒരു എല്ലാത്തിനും നീതി ലഭിക്കും എന്നുള്ള ഒരു വാദം അത് തന്നെ തെറ്റാണ്. ഇത് ഏതോ ഒരു മതം പ്രബോധനം നടത്തുന്ന ഒരു ലഘുലേഖയുള്ള സാധനമാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുക തിരിച്ച്. ഓക്കെ, അതായത് ഗോവിന്ദച്ചാമിയും ഇവിടുത്തെ സൗമ്യയും, ആ എക്സാമ്പിൾ തന്നെ തിരിച്ചു ചോദിക്കുക. സൗമ്യ മരിച്ചത് കാഫിറായിട്ടല്ലേ? കാഫിറുകൾ മരിച്ചാൽ എവിടെയാ? സ്വർഗത്തിലോ നരകത്തിലോ? എവിടെയാ? നരകത്തില്. അപ്പോ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട സൗമ്യ നരകത്തിലാണ്. ഗോവിന്ദച്ചാമി ഇപ്പൊ ജയിലിൽ കിടക്കാണ്. ഗോവിന്ദച്ചാമി ഇവിടെ ഇസ്ലാം മതം സ്വീകരിച്ചാൽ ഗോവിന്ദച്ചാമി എവിടെ പോകും? സ്വർഗത്തിൽ പോകും. അപ്പൊ ഇനി നിങ്ങൾ സ്വർഗവും നരകം കൊടുക്കുക. അപ്പൊ ബലാത്സംഗം ചെയ്ത ഗോവിന്ദച്ചാമി സ്വർഗത്തിലും അതേ ഗോവിന്ദച്ചാമി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട സൗമ്യ നരകത്തിലും. ഇതാണോ നീതി? അതിന് ഉത്തരം എനിക്ക് കിട്ടി. ഇനി കുറച്ചും കൂടി ഉണ്ട്, വേഗം ഒരു സെക്കൻഡ്. അതാണോ നീതി? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇനി ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താണ്? ഇസ്ലാമിലെ ഒറ്റ അധ്യാപനമേ ഉള്ളൂ. അതായത് നിങ്ങൾ എന്ത് തന്നെ തിന്മ ചെയ്താലും, ഓക്കെ, ഉമ്മയെ വ്യഭിചരിച്ചാൽ പോലും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. പക്ഷെ നിങ്ങൾ ഷിർക്ക് ചെയ്താൽ അത് പൊറുക്കില്ല. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഷിർക്ക് ചെയ്താൽ നിങ്ങൾ നരകത്തിലാണ്. അതേപോലെ തന്നെ നിങ്ങൾ എത്ര തന്നെ നന്മ ചെയ്താലും നിങ്ങൾ ഷിർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നരകത്തിലാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് പറഞ്ഞത് സാക്ഷാൽ എന്റെ ഗുരുവായ മുജാഹിദ് ബാലുശ്ശേരിയാണ്.
അപ്പൊ ഈ നീതി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇസ്ലാം ഇതേപോലെ മതം വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണ്. അതിൽ പോയി തലവെക്കേണ്ട കാര്യമില്ല. ഈ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ അവർ കണ്ടം വഴി ഓടിക്കോളും. ഓക്കെ, ഇനി എനിക്ക് കുറച്ചും കൂടി ഉണ്ട്. അങ്ങനത്തെ പുസ്തകത്തിൽ തന്നെയാണ്, ജനിക്കും മുമ്പേ മരിച്ചു പോയവർക്ക് ആരാണ് ജീവിതം നൽകുക? ജനിക്കും മുമ്പേ മരിച്ചു പോയവർക്ക് ആര് ജീവിതം നൽകും? എന്നാ പിന്നെ എന്തിനാണ് അവരെ അവരെ കൊന്നതാരാണ്? ഈ ജനിക്കുന്നതിന് മുന്നേ അവരെ കൊന്നതാരാണ്? ചെകുത്താനാണോ? അല്ലല്ലോ. അപ്പൊ പിന്നെ അവരെ കൊല്ലാതിരുന്നാ പോരായിരുന്നോ? ഇത് കൊന്നിട്ട് പിന്നെ ജീവൻ ആരെ കൊടുക്കണം ചോദിക്കണേലും വല്ല കാര്യമുണ്ടോ? ഇല്ല. പോട്ടെ, അപ്പൊ ഇനി പറയുന്നുണ്ട്, രോഗത്തിൽ ജനിച്ച് രോഗത്തിൽ തന്നെ മരിച്ചു പോയവർക്ക് സുഖജീവിതം എവിടെ ലഭിക്കും? രോഗം അങ്ങ് കൊടുക്കാതിരുന്നാ പോരെ? അതെ. എന്തിനാണ് ഈ രോഗം കൊടുത്തിട്ട് പിന്നെ അവരെ നരകിപ്പിക്കുന്നതിന് വേണ്ടിട്ടാ? അപ്പൊ വായിക്കണ്ടെങ്കിൽ തോന്നുന്നു. ഇനിയിപ്പോ അഥവാ രോഗം കൊടുത്ത് അവരെ സൂചിപ്പിച്ചു എന്ന് തന്നെ വിചാരിക്കാം. ഇത് മുസ്ലിമിന് മാത്രമല്ലേ ഉള്ളൂ, ഹിന്ദുവിന് കിട്ടോ? കാഫിറിന് കിട്ടോ? കാഫിറിന് രോഗം വന്നു, കാഫിർ നരകിച്ച് മരിച്ചു, കാഫിർ സ്വർഗത്തിൽ പോവോ? രോഗം വന്ന ആള് സുഖം കിട്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഈ ചോദ്യത്തിന് എന്താ കഴമ്പുള്ള? നിങ്ങൾ ബാക്കി ചോദ്യം ചോദിക്കും. ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത ചോദിക്കൂ. സമൂഹത്തിന് വേണ്ടി ജീവിച്ച് അവർക്ക് വേണ്ടി തന്നെ മരിക്കുകയും ചെയ്തവർ എന്ത് നേടി? ഗാന്ധിജി സ്വർഗത്തിലാണോ നരകത്തിലാണോ? മാർട്ടിൻ ലൂതർ കിങ് നരകത്തിലാണോ സ്വർഗത്തിലാണോ? ശ്രീനാരായണ ഗുരു നരകത്തിലാണോ സ്വർഗത്തിലാണോ? എല്ലാരും നരകത്തിലാണോ? അംബേദ്കർ നരകത്തിലാണോ സ്വർഗത്തിലാണോ? എന്നാൽ സ്വർഗത്തിലെത്തിയ കുറച്ച് ആളുകൾ പേര് ഞാൻ പറഞ്ഞുതരാം. ഒസാമ ബിൻ ലാദൻ, ബാഗ്ദാദി, യഹിയ സിൻവർ, പിന്നെ ഇപ്പൊ നമ്മളുടെ അബ്ദുള്ള ബാസില്, പിന്നെ നമ്മുടെ എം അക്ബർ, ജാക്കിർ നായിക്. അവരൊക്കെ ഇസ്ലാമിന് വേണ്ടി ജിഹാദ് ചെയ്ത് മരിക്കുന്ന ആളുകളാ. അവരാണ് നേരെ സ്വർഗത്തിലെത്തുക. അപ്പൊ സമൂഹത്തിന് വേണ്ടി ജീവിച്ച് സമൂഹത്തിന് വേണ്ടി മരിച്ച ആളുകൾ എല്ലാവരും ഒന്നും സ്വർഗത്തിൽ പോകില്ല. അത് മുസ്ലിം ആണെങ്കിൽ എത്തുള്ളൂ. ഇത് ഞാൻ ഏറിയുന്നിടത്ത് പറയുന്നല്ല. ആഴക്കടൽ സംവാദം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊന്ന് കേൾക്കുക. നമ്മള് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. എം അക്ബറും നമ്മളുടെ ജബ്ബാർ മാഷും തമ്മിൽ നടന്ന സംവാദമാണ്. അപ്പൊ അതിൽ ഒരു ആഴക്കടൽ എന്ന് പറയുന്ന ഒരു സാധനം, ആ പേരിലാണ് അത് അറിയപ്പെടുന്നത്. കാരണം ഞാൻ അതിനകത്ത് ഒരു ഉദാഹരണം ചോദിച്ചു, ഞാൻ ആഴക്കടലിൽ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് അത്. പോട്ടെ. അപ്പൊ ഈ ആഴക്കടൽ ആയത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ഖുറാനിൽ ഇവർ തന്നെ കോട്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. മുടി വായിപ്പോണ്, പൊട്ടിത്തെറിക്കാൻ തോന്നുന്നു എനിക്ക്. പോട്ടെ. അപ്പൊ ഈ പറയുന്ന ആഴക്കടലിന്റെ ഒരു ഉപമ അവിടെ പറയുന്നുണ്ട്. അതായത് അവിശ്വാസി പ്രവർത്തിക്കുന്ന നന്മകൾ എന്ന് പറയുന്നത് ആഴക്കടലിലെ ഇരുട്ട് പോലെയാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് മരുഭൂമിയിലെ മരീചിക പോലെയാണ്. എന്താ അതിന്റെ അർത്ഥം? അത് അവർക്ക് ഉപകാരപ്പെടില്ല എന്നാണ് പറയുന്നത്, അവിശ്വാസിയുടെ നന്മ. ഓക്കെ, ഇത് വെറുതെ ഹദീസിലുള്ളതൊന്നുമല്ല, ഇത് ഖുറാനിൽ ഇസ്ലാമിൽ പഠിപ്പിക്കുന്ന സാധനമാണ് ഈ പറയുന്നത്. അപ്പോ ഇത് മുജാഹിദ് ബാലുശ്ശേരി പച്ചക്ക് പറയുന്ന കാര്യമാണ്. നിങ്ങൾ എത്ര തന്നെ നന്മ ചെയ്താലും നിങ്ങൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി വേണമെങ്കിൽ കേട്ടുകളയാം. ഇതൊക്കെ സ്ഥിരമായിട്ട് എന്നാലും നമുക്കൊന്നുകൂടി കേൾക്കാം. ഒരു രസമല്ല, ജസ്റ്റ് ഫോർ ഹൊറർ. ഒരു മിനിറ്റ്, ഏതായാലും എടുത്തേക്കെ, ഒരു വഴിക്ക് ഇറങ്ങിയല്ലോ ഇത്. പിന്നെ അഥവാ ആരെങ്കിലും കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വിഷമമായാലോ. അതല്ല അതിന്റെ ഒരു കാര്യം. ഒരു സെക്കൻഡ്, ഇപ്പൊ ശരിയാക്കി തരാം. എവിടെ പോയി? ശരിക്കും കേട്ടോളി. നിങ്ങളോട് ചോദിക്കുന്ന പ്രസംഗം കേൾക്കുന്നവരോട്, എങ്കിൽ ഇത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്. കേൾക്കുന്നില്ലേ? പ്ലാച്ചിമടയേക്കാൾ, എക്സ്പ്രസ് ഹൈവേയേക്കാൾ, കൊക്കക്കോളയേക്കാൾ ഈ വിഷയമല്ലേ ചർച്ച ചെയ്യേണ്ടത്? പെപ്സി കുടിച്ചതിന്റെ പേരിൽ നരകത്ത് പോയില്ല, പള്ള കേട് വരും. ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. പക്ഷേ അള്ള ഒരിക്കലും പൊറുക്കാത്തത്, അതായത് ഒരാള് മൊയ്തീൻ ശൈഖയെ രക്ഷിക്കണേ എന്ന് പറയും, മമ്പറമങ്ങളെ കാക്കണേ എന്ന് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നെ രക്ഷിക്കണേ എന്ന് പറയും. അതായത് അവരോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല. പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. വാക്കുകൾ കട്ടുമുറിച്ച് ക്ലിപ്പിടുന്ന ഒരു സമ്പ്രദായം ഇന്ന് കേരളത്തിലുണ്ട്, പ്രത്യേകിച്ച് എന്റേത് കൂടുതലും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫോർ എക്സാമ്പിൾ, അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല.
ജീവിതത്തിൽ ഒരിക്കലും സുവർഗരതിയിൽ ഏർപ്പെട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലും അയാള് പലിശ കൊടുത്തില്ല. ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല. എല്ലാവർക്കും നല്ല സേവനം ചെയ്തു. അയാൾ സ്വർഗത്തിലെത്തുവോ? ഇസ്ലാം പറയുന്നില്ല. എന്തുകൊണ്ട്? ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം. കേട്ടല്ലോ? കേട്ടു. യെസ്. അപ്പൊ അത് ബാക്കിയുള്ള ആളുകളും കേൾക്കാൻ വേണ്ടിയിട്ട് പറയണം. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളോട് നിങ്ങൾ തിരിച്ചു വയ്ക്കുക. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചിട്ട് സാമൂഹിക നന്മ ചെയ്ത് നടന്ന ഒരാള്, അയാൾക്ക് എന്താണ് അവിടെ കിട്ടുക? സ്വർഗം കിട്ടുമോ? ഇല്ല. ഇനി അടുത്ത പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും മുസ്ലിംസ് ആയിട്ട് കൂടുതൽ കൂട്ടാണ്. മുസ്ലിം ഹസ്ബൻഡിനൊക്കെ നല്ല ഫ്രണ്ട്സ് അവരാണ് കൂടുതലുള്ളത്. നമ്മളിങ്ങനെ അറിഞ്ഞു വരുമ്പോ ഇപ്പൊ ശരിക്കും നമുക്ക് ഇഷ്ടമില്ലാന്നല്ല, എന്താ പറയുക, ചെറിയൊരു അരോചകമായിട്ട് മാറുന്നുണ്ട്. കാരണം എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും അവര് നല്ലതാണ്, ചിരിക്കും, എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടാണ് അവര്. എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമ്മൾ സംസാരിക്കാനും വീട്ടിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനും ചിരിച്ചുകൊണ്ട്, എല്ലാ സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും നല്ല ചിരിച്ചുകൊണ്ട് അവർ നല്ലതാണെന്ന് എന്നും പറയുന്ന ഒരു മനുഷ്യനാണ്. അപ്പോ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഞാനിവിടെ പാലക്കാട് ജില്ലയിലെ എന്റെ വീട്. ഇപ്പൊ അതിനേക്കാളും നല്ല ഈ കോഴിക്കോട്ടിലോട്ട് വന്ന സമയത്ത് കുറെ മാറ്റങ്ങൾ സംഭവിച്ചു. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ആണുങ്ങളുടെ നോട്ടം വളരെ മോശമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് നമുക്ക് കൂടുതൽ പറയാൻ നമുക്ക് മുസ്ലിംസിന്റെ ആണുങ്ങളുടെ തന്നെ നോട്ടങ്ങളും ഭാവങ്ങളും, സ്ത്രീകളോടുള്ള ഒരു പെരുമാറ്റം അവരുടെ. ആദ്യം നൈസായിട്ടൊക്കെ ഒരു ചിരിക്കും വർത്താനമൊക്കെ പറയും. നമ്മൾ അവരുമായിട്ട് കൂടുതൽ അടുക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു ദേഷ്യം വരുന്നൊരു അവസ്ഥ. അതങ്ങനെ 1-2 പേരിൽ, ഞാൻ അങ്ങനെ പുറത്തിറങ്ങാത്ത ആളാ, പക്ഷെ 1-2 പേരിൽ ഞാൻ അത് കണ്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെങ്കിൽ ഒരു തുറിച്ചു നോട്ടമാണ്, ഭയങ്കരമായിട്ടുള്ള തുറിച്ചു നോട്ടം. പക്ഷെ ഹിന്ദുസിലോ ക്രിസ്ത്യൻസിലോ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യമായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ മുസ്ലിം കുട്ടികൾ വരെ, ആൺകുട്ടികൾ വരെ, ചെറിയ ആൺകുട്ടികൾ വരെ മോശമായിട്ടുള്ള കണ്ണുകൊണ്ടാണ് ഒരു സ്ത്രീ നടന്നു പോവുകയാണെങ്കിൽ നോക്കുക. അതൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. സ്ത്രീകൾ പലരും ഉണ്ടാവും, പലരും പുറത്തു പോകുന്നവരും ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. ഞാൻ അങ്ങനെ പുറത്തിറങ്ങാറില്ല, പക്ഷെ എങ്കിലും ഇറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് മോശം രീതിയിലായിരിക്കും നമ്മളെ കാഴ്ചപ്പാട്. എങ്ങോട്ടാ നോക്കാൻ നിങ്ങൾക്ക് അറിയാലോ. അടുത്ത തവണ ഇറങ്ങുമ്പോഴേ ഒരു പർദ്ദ വാങ്ങിച്ചിട്ട് ഇറങ്ങും, എന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അത് തന്നെയാണോ കാരണം. ചിലപ്പോ അത് നമ്മളുടെ ഒരു പെർസെപ്ഷന്, നമുക്ക് ഓൾറെഡി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണോണ്ടേ അങ്ങനെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ വരുമ്പോ ഇനിയിപ്പോ എന്താണ് എന്തോ ഒരു തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്ന മാതിരി ഉണ്ടല്ലോ, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം, കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ മാതിരി. നിങ്ങൾക്ക് ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഇതുപോലൊക്കെ അറിയണുണ്ട്, ഇനിയിപ്പോ എന്ത് തന്നെ സംഭവമായാലും ഇത് ഇങ്ങനെ തോന്നാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് വേണ്ട. അല്ല ഞാൻ പറയുന്നത് അതിനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ഒരു പർദ്ദ ഇട്ടിട്ട് നടന്നു നോക്കൂ, അപ്പൊ ഇത് തന്നെയാണോന്ന് അറിയാലോ. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യൂ. ഓക്കെ, ഓക്കെ, അപ്പൊ നടക്കട്ടെ. ശരി, അപ്പൊ താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.